ഗസയിലും ലബനാനിലും സിറിയയിലുമൊക്കെ ഇസ്രായേൽ കടന്നാക്രമണം തുടരുന്നതിനിടെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ICC. ഗസയിലും മറ്റിടങ്ങളിലുമൊക്കെയായി നടത്തിവരുന്ന വംശഹത്യ, കൂട്ടക്കുരുതി, യുദ്ധക്കുറ്റങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനും ഒപ്പം മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അടക്കം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നീക്കത്തോടുകൂടി ഇസ്രായേൽ നേതൃത്വം അല്പം പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. കാരണം ഈ ലോകരാജ്യങ്ങൾക്ക് മുൻപാകെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയുണ്ടാകുന്നു. ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസും ഫലസ്തീൻ സംഘടനകളും അറബ് മുസ്ലിം രാജ്യങ്ങളുമൊക്കെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ്. എന്തായാലും 120 രാജ്യങ്ങളിൽ കാലുകുത്തി കഴിഞ്ഞാൽ നെതന്യാഹുവും യോവ് ഗാലന്റുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേലും അമേരിക്കയും ഒന്നും ഈ കോടതി നടപടി അംഗീകരിക്കാത്തതുകൊണ്ട് അത് എത്രത്തോളം സാധ്യമാകും എന്ന ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ദൗസർ, ഒരു അറസ്റ്റ് വാറന്റ് വന്നിട്ടുണ്ട്. അത് ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു തീരുമാനവും നീക്കവും തന്നെയാണ്. പക്ഷേ അത് പ്രാവർത്തികമാകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അതിൽ ഒന്ന്, അറസ്റ്റ് വാറണ്ട്, ICCയുടെ അറസ്റ്റ് വാറണ്ട് അല്ല, 2002 ICC ഫോം ചെയ്യപ്പെട്ടതിൽ നിരവധിയായിട്ടുള്ള അറസ്റ്റ് വാറണ്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തേന്ന് പറയാൻ പറ്റില്ല. ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകൾ നേരത്തെ ഫലസ്തീന് ഫലസ്തീൻ വിഷയത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ തന്നെ സുഡാനിലെ ഉമർ അൽ ബഷീർ, അദ്ദേഹം ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുന്നത്. അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തില്ല. കഴിഞ്ഞ വർഷം പുടിനെതിരെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് പ്രയോഗത്തിൽ എന്തെങ്കിലും ഇതിൽ കാര്യമുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സിംബോളിക്കായിട്ട് അതിന്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു വേൾഡ് ഒപ്പീനിയൻ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ അതിന് ചില പങ്ക് വഹിക്കാൻ പറ്റും. ഇതിൽ ചരിത്രപരം എന്ന് പറയാവുന്ന ഒരു എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ICC 2002 ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വെസ്റ്റേൺ അലൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു ഇൻഡിക്ട്മെൻ്റ് ഉണ്ടാകുന്നത്. കാരണം ICCയുടെ ഇതുവരെയുള്ള ഈ ലിസ്റ്റ് ഓഫ് ഇൻഡിക്റ്റീവ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാഭൂരിപക്ഷം ഏതാണ്, എനിക്ക് തോന്നുന്നൊരു 99% ആഫ്രിക്കൻ ലീഡേഴ്സാണ് അതിനകത്തുള്ളത്. സുഡാനിലുള്ള ആളുകൾ, ലിബിയ, മുഅമ്മർ ഗദ്ദാഫി, അദ്ദേഹത്തിൻ്റെ മകൻ സെയ്ഫ് ഗദ്ദാഫി, പിന്നെ മാലി, ഐവറി കോസ്റ്റ്, കോങ്കോ, ഇങ്ങനെയൊക്കെയുള്ള ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോ സംഘടനാ നേതാക്കന്മാരോ ഒക്കെ ആയിട്ടുള്ള, ഹെഡ് ഓഫ് സ്റ്റേറ്റ്സൊക്കെ ആയിട്ടുള്ള, മിനിസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇവരുടെ ലിസ്റ്റ് ഓഫ് ഇൻഡിക്റ്റീവ്സിൽ മഹാഭൂരിപക്ഷവും. പടിഞ്ഞാറൻ നാടുകളിലെ ആളുകളൊക്കെ മഹാമാന്യന്മാർ, യാതൊരു യുദ്ധക്കുറ്റവും ചെയ്യാത്തവരായതുകൊണ്ടല്ല. പിന്നെ നമ്മുടെ എല്ലായിടത്തും നീതിന്യായ സംവിധാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ 98% ആഫ്രിക്കൻ ലീഡേഴ്സ് ആകുന്നത് എന്നത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലുള്ള, പിന്നെ അതിന് പുറത്ത്, ഈ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് വ്ളാദിമിർ പുടിൻ ആണ്. കഴിഞ്ഞ 2023 ഒരു അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ അലൈ ആയിട്ടുള്ള ഒരാൾ ഇതിൽ കുറ്റവാളിയാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വാറണ്ട് ഉണ്ടാകുന്ന ആ നിലക്കാണ് ഇത് ഹിസ്റ്ററിക്കൽ എന്ന് പറയാനുള്ളത്. നെതന്യാഹുവിനെതിരെയും യോവ് ഗാലന്റിനെതിരെയുമാണ് വാറണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, അപ്പോഴും ഇപ്പുറത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് നെതന്യാഹുവിനും യോവ് ഗാലന്റിനെതിരെയാണ് അറസ്റ്റ് വാറണ്ട്. ഫലസ്തീൻ്റെ ഭാഗത്ത് നിന്ന് ആർക്കെതിരെയൊക്കെയാണ്? ഇസ്മായിൽ ഹനിയക്കെതിരെയുണ്ട്, യഹ്യ സിൻവാറിനെതിരെയുണ്ട്, മുഹമ്മദ് ദെയ്ഫിനെതിരെയുണ്ട്. അപ്പോൾ ഇതിൽ ഇസ്മായിൽ ഹനിയയും യഹ്യ സിൻവാറും കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടതുകൊണ്ട് ആ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. ദെയ്ഫ് കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിനെതിരെ വാറണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഗംഭീരമായൊരു ബാലൻസ് കെ നായർ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഈ പറയുന്ന യുദ്ധക്കുറ്റം എന്ന് പറയുന്ന സംഗതികളിൽ അതിൽ പ്രത്യക്ഷത്തിൽ തന്നെ പങ്കാളിയായിട്ടുള്ളതാണ് അവിടെ IDFൻ്റെ ചീഫായിട്ടുള്ള ഹേസി ഹലേവി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ വരുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടത്, ഇങ്ങനൊരു വാറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ. പക്ഷേ അങ്ങേരുടെ പേര് ഇതിനകത്തില്ല. പക്ഷേ ഫലസ്തീൻ്റെ ഭാഗത്ത് 3 ആളുകളുണ്ട്. 2 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ട് വാറണ്ട് ഇഷ്യൂ ചെയ്തില്ലെന്ന് മാത്രം. അപ്പോൾ ഇതിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധമുണ്ട്, അമേരിക്കയിൽ പ്രതിഷേധമുണ്ട്. അമേരിക്കയിൽ ഇന്ന് ടോം കുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സെനറ്റർ പറഞ്ഞിരിക്കുന്നത്, ഈ അമേരിക്കയിലൊരു നിയമമുണ്ട്. 2002 ജൂലൈയിലാണ് ICC രൂപീകരിക്കുന്നത്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നത്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലം വെച്ചാൽ 1998
റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ 124 രാജ്യങ്ങൾ, ഇപ്പോൾ 125 പാലസ്തീൻ കൂടി 125. ഈ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോഡ് രൂപീകരിക്കുന്നത്. നോക്കൂ, നേരത്തെ 1947 മുതൽ നമുക്ക് ICJ ഉണ്ട്, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ജസ്റ്റിസ്. ICJയുടെ ഇതെന്ന് വെച്ചാൽ ICJ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ICC ഈ വ്യക്തികളെയാണ് ഇൻഡിക്റ്റ് ചെയ്യുന്നത്, വ്യക്തികളുടെ കുറ്റങ്ങളെയാണ് അത് പിന്നാലെ കൂടി പിടികൂടുന്നത്. അപ്പോൾ ICCയിൽ സിഗ്നേറ്ററി അല്ല അമേരിക്ക, സിഗ്നേറ്ററി അല്ല ഇസ്രായേൽ, സിഗ്നേറ്ററി അല്ല റഷ്യ, സിഗ്നേറ്ററി അല്ല നമ്മുടെ ഇന്ത്യ, സിഗ്നേറ്ററി അല്ല. നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ പ്രധാനപ്പെട്ട, പക്ഷേ അതേസമയം യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും അതിൽ സിഗ്നേറ്ററീസ് ആണ്. ഇസ്രായേലല്ല. ഈ ഇസ്രായേൽ ഈ കോർട്ടിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഒബ്ജക്ഷൻ അതാണ്, ഞങ്ങൾ സിഗ്നേറ്ററി അല്ലാത്തതിനകത്ത് ഞങ്ങൾ ഇതാക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ ICCയുടെ പൊസിഷൻ എന്ന് വെച്ചാൽ പാലസ്റ്റൈൻ, സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റൈൻ ഇതിനകത്ത് സിഗ്നേറ്ററി ആണ്. ഈ ഒഫൻസ് നടന്നിരിക്കുന്നത് എവിടെയാണ്? പലസ്തീൻ ടെറിട്ടറിയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരും. നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരില്ല എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരും എന്നായിരുന്നു ICCയുടെ നിലപാട്. പക്ഷേ അതേ നിലപാട് വെച്ച് വേറൊരു ചോദ്യം അവിടെ ഉന്നയിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഹമാസ് നേതാക്കന്മാർ എങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വരിക? കാരണം ഈ ഹമാസ് നേതാക്കൾ ഹമാസ് ചെയ്തു എന്ന് പറയുന്ന ക്രൈം നടന്നിരിക്കുന്നത് എവിടെയാണ്? ഇസ്രായേലിലാണ്. അപ്പോൾ അത് നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വരുമോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ ഹമാസിന് അവരുടെ ലോയറെ വിട്ടിട്ട് ഇത് വാദിക്കാനൊന്നും പറ്റില്ലല്ലോ. എനിവേ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇസ്രായേൽ പ്രസിഡൻറ്റ് ഈ യോവ് ഗാലന്റ് ഇവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചപ്പോൾ അമേരിക്കയിൽ നിന്നുണ്ടായ പ്രതികരണം ശ്രദ്ധിക്കണം നമ്മൾ. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുപോലെ ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നെന്ന് മാത്രമല്ല, ഇവർക്കെതിരെ ഈ ICCയുടെ ജഡ്ജസിനെതിരെ അവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സെനറ്റേഴ്സ്, രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു. അപ്പോൾ അതിലൊരു സെനറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററാണ്, ടോം കുക്ക് എന്നാണ് പുള്ളിയുടെ പേര് എൻ്റെ ഓർമ്മയിൽ. പുള്ളി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ അതാ പറഞ്ഞു, 2002 ജൂലൈയിൽ ICC ഫോം ചെയ്യപ്പെടുന്നു. 2002 ഓഗസ്റ്റിൽ അമേരിക്കയിൽ ഒരു ബില്ല് നിയമം പാസ്സാക്കപ്പെടുന്നു. ആ നിയമത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അമേരിക്കൻ സർവീസ്മെൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്ങാനും ICC ഏതെങ്കിലും അമേരിക്കക്കാരനെ കുറ്റവാളിയാക്കി കഴിഞ്ഞാൽ, അയാൾക്കെതിരെ നടപടിയെടുത്താൽ, അയാൾക്കെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ഏതെങ്കിലും രാജ്യം അവനെ പിടിച്ചിട്ട് ഹേഗിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അയാളെ മോചിപ്പിക്കുവാൻ ഓൾ പോസിബിൾ മീൻസ് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് അനുമതി നൽകുന്ന നിയമമാണ് ദ അമേരിക്കൻ സർവീസ്മെൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് ദ ഹേഗ് ഇൻവേഷൻ ആക്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹേഗ് അധിനിവേശം ചെയ്യാമെന്ന്. ഒന്നാലോചിക്കും, 2002 ജൂലൈയിലാണ് ICC ഫോം ചെയ്യുന്നത്. അതേ വർഷം ഓഗസ്റ്റിൽ ഈ നിയമം അമേരിക്ക പാസ്സാക്കുന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് അമേരിക്കക്കാരൻ ഇതിൽ പിടികൂടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇതിൽ പ്രതിയാക്കപ്പെട്ടാൽ, അവനെ തിരിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഓൾ പോസിബിൾ മീൻസ് പറഞ്ഞാൽ അണുവായുധം വരെ ഉണ്ടല്ലോ അതിനകത്ത്, ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലാണത്. അപ്പോൾ ഈ സെനറ്റർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സർവീസ് മെൻ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഹേഗ് ഇൻവേഷൻ ആക്ട് നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളമാണ് ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ വെച്ചാൽ UN ആസ്ഥാനം അവിടെയാണ്. അന്ന് ആലോചിക്കണം, UN ടെക്നിക്കലി ഒരു UN സബ്സിഡറി അല്ല ICC, പക്ഷേ UN പരിശ്രമത്താൽ ഫോം ചെയ്യപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ദീർഘകാലത്തെ നിയമപ്രക്രിയയിലൂടെ, നീതിന്യായ പ്രക്രിയയിലൂടെ നടന്നിട്ടുള്ള ഒരു വാറണ്ട് ഇഷ്യൂവൻസിനെതിരെ അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ്, ഏത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പൊളിറ്റീഷ്യൻസ് ഒരേപോലെ പറയാണ്, ഇത് നടപ്പിലാക്കണം എന്നല്ല പറയുന്നത്, ഈ വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജസിനെതിരെ സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറയും. ഇതാണ് നമ്മുടെ ലോകക്രമം. ഈ ഒരു ലോക ഘടനയിൽ നിന്നുകൊണ്ട് വാറണ്ട് എന്നാ ICC എന്നുവെച്ചാൽ അതൊക്കെ ആഫ്രിക്കയിലെ ഏതോ ചക്കട നേതാക്കന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യം. ഇവർക്കൊന്നും ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പുടിനെതിരെ വെസ്റ്റേൺ അലൈസിൻ്റെ ഭാഗമല്ല, പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ലാത്ത, അദ്ദേഹത്തിന് സാമാന്യ ശക്തമായ രാജ്യമാണ്. അദ്ദേഹത്തിന് യാത്രയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ചിട്ട് ഇത് ചെയ്യാം, ഹേഗിലേക്ക് ഏൽപ്പിക്കാം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 1991 മുതൽ 2001 വരെ നടന്ന യുഗോസ്ലാവ് വാറുണ്ട്. യുഗോസ്ലാവ്യ കഷ്ണം വന്നു, ബോസ്നിയ, ക്രൊയേഷ്യ, സെർബിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല കഷ്ണം. ആ സമയത്ത്
ഈ സെർബിയൻ നേതാവായിട്ടുള്ള സ്ലബദോൻ മിലോസവിച്ചിനെ, അയാളാണ് ഈ ബോസ്നിയൻ കൂട്ടക്കൊല, ക്രോട്ട് കൂട്ടക്കൊല, കൊസോവോ കൂട്ടക്കൊല ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. അന്ന് UN ഒരു ഹേഗിൽ ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ യുഗോസ്ലാവിയ എന്തോ പറഞ്ഞിട്ട് ഈ യുഗോസ്ലാവിയൻ ഏരിയയിൽ നടന്നിട്ടുള്ള ജിനോസൈഡ്, അവിടുന്ന് എന്താണ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോർട്ടാണ്. അതിൽ ഇദ്ദേഹത്തെ ഹി വാസ് ഇൻഡിക്റ്റ് ദിസ് സ്ലബദോൻ മിലോസവിച്ച്. അപ്പോൾ അദ്ദേഹം സെർബിയയിലായിരിക്കെ സെർബിയൻ ഭരണകൂടം തന്നെ പുള്ളിയെ പിടിച്ചിട്ട് ഹേഗിൽ ഏൽപ്പിക്കുകയും അദ്ദേഹം ഹേഗിലെ വിചാരണ നടക്കുന്നതിനിടെ തടവിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ അപൂർവമായ സംഭവങ്ങൾ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ ICC അല്ല, ഒരു ഇൻ്റർനാഷണൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വ്ളാദിമിർ പുടിൻ എന്താണ് ഇതുകൊണ്ട് തടസ്സം വെച്ചാൽ, വ്ളാദിമിർ പുടിൻ ഇത് അടുത്ത മാസം ഇന്ത്യയിൽ വരാൻ പോകുന്നതാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെയുള്ള ചില റെസ്ട്രിക്ഷൻസ് നെതന്യാഹുവിനുണ്ടാവും. അത് നോക്കണം. ഈ പറയുന്ന ഇതിലെ സിഗ്നേറ്ററി ആയിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യപ്പെട്ട അയാൾ അവരുടെ ഒരു സ്പേസിൽ, അവരുടെ ജൂറിസ്ഡിക്ഷനിൽ വന്നാൽ പിടിച്ചു കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ അങ്ങനെ പിടിച്ചു കൊടുത്തില്ലെന്ന് വിചാരിക്കുക, പിടിച്ചു കൊടുത്തില്ല വേറെ നിയമപ്രശ്നം വരാൻ പോകുന്നത്. ഇപ്പോൾ ഉമർ അൽ ബഷീർ, സുഡാൻ പ്രസിഡന്റ് ഉമർ അൽ ബഷീറിനെതിരെ വാറണ്ട് ഉള്ള സമയത്താണ് അയാൾ സൗത്ത് ആഫ്രിക്കയിലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക അയാളെ പിടിച്ചു കൊടുത്തിട്ടില്ല. ജോർഡനിലൊരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി ജോർഡൻ അയാളെ പിടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളുണ്ട്. അമേരിക്കയുടെ സർവ്വ പിന്തുണയുള്ള നെതന്യാഹുവിനെ സംബന്ധിച്ചത് ഇതൊരു കീറക്കടലാസായിട്ട് അദ്ദേഹം കാണുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇയാൾ ഒരു വാർ ക്രൈം ചെയ്ത ആളാണ് എന്ന ഇമേജ് ചരിത്രത്തിൽ അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ അതും കൂടെ നമ്മൾ മനസ്സിലായി. ഇതൊക്കെ നടക്കുമ്പോഴും ഗസയിൽ ഇങ്ങനെ ഈ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെയും 88 ആളുകളെയാണ് കൊന്നത്. ടെൻറ്റിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മേലാണ് മിസൈലിട്ടത്. 88 പേര്, 88, 100 എന്നൊക്കെയായിട്ട് എല്ലാ ദിവസവും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിക്കൊന്നും ഒരു തടസ്സം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഒരു നീതിപൂർവമായൊരു ലോകഘടന നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ജനാധിപത്യപരമായൊരു ലോകഘടന നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ UN ഉണ്ടാക്കുന്നത്, ICJ ഉണ്ടാക്കുന്നത്, റോമൻ ICC ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അധികാര ശക്തികളാണ് ആരാണോ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ചലിക്കുക എന്നതിലപ്പുറം വേറൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ പറയുന്ന പല പടിഞ്ഞാറൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ സ്പേസിലും വരുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ICCയുടെ ചീഫ് പ്രോസിക്യൂട്ടറുടെ പേര് കരീം അഹമ്മദ് ഖാൻ എന്നാണ്. അയാളൊരു ഫനാറ്റിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഈ US സെനറ്റേഴ്സ് ഇപ്പോൾ തന്നെ പ്രസ്താവന ഇറക്കി തുടങ്ങി. അങ്ങേർക്കെതിരെയുള്ള വ്യാപകമായ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അങ്ങേർക്കെതിരെ ഒരു ലൈംഗിക ആരോപണവും വന്നിട്ടുണ്ട്. ICCയിൽ തന്നെ ഒരു ലൈംഗിക ആരോപണവും വന്നിട്ടുണ്ട്. അപ്പോൾ കരീം അഹമ്മദ് ഖാൻ, അയാളൊരു ആ പേര് തന്നെ ഒരു പ്രശ്നമാണല്ലോ. അയാളൊരു ഫനാറ്റിക്കാണ്, അയാളുടെ ഇതാണെന്ന് പറയും. അയാളൊരു UK ഒരു ബ്രിട്ടീഷ് സിറ്റിസണാണ്. പക്ഷെ തമാശ എന്ന് വെച്ചാൽ ഈ കരീം അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അയാൾ അഹമ്മദിയ മുസ്ലിമാണ്. ലോകത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അപൂർവ മുസ്ലിം അതൊരു ഈ സോക്കോൾ ഈ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ഫൈനാലിറ്റി അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് ഒരു മെയിൻ സ്ട്രീം മുസ്ലിം സെക്ടിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകളാണ്. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ. ആ സെക്ടിൽപ്പെട്ട ആളാണ് ഈ കരീം അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. പക്ഷേ പുള്ളി ഫനാറ്റിക്കാണെന്ന് പറയുന്ന തരത്തിലുള്ള ക്യാമ്പയിൻ തുടങ്ങുന്നു. അപ്പോൾ ഇതൊരു നീതിന്യായ സംവിധാനം, ലോകനീതി, ലോകജനാധിപത്യം, അതിൻ്റെയൊക്കെ ഭാഗമായുള്ള സ്ഥാപനം, അവരൊരു വിധി പുറപ്പെടുവിക്കുന്നു, അതിൻ്റെ മഹത്വം, ഇങ്ങനെയൊന്നും കാണുന്നൊരു ലോകമല്ല. അധികാരമാണ്, ബലമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ ലോക സംവിധാനങ്ങളിലൂടെ നീതി ലഭിക്കും ഇത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. നോക്കും, ഇതിൻ്റെ ഒരു പാരമ്യത്തിലാണ് യാസർ അറഫാത്ത് UN-ൽ നടത്തിയ പ്രഭാഷണം. ഒരുപക്ഷെ നമ്മളെ ചരിത്രത്തിൽ മാർക്ക് ആൻ്റണിയുടെ പ്രഭാഷണം എന്നൊക്കെ പറയുന്ന പോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന പ്രഭാഷണമാണ്. അത് UN-ൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ 2 കൈ ഇടുന്നു. ഒരു പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുക്കുന്നു, മറു പോക്കറ്റിൽ നിന്ന് ഒലിവ് കമ്പെടുക്കുന്നു. നോക്കൂ, എൻ്റെ ഒരു കയ്യിൽ ഒലിവ് കമ്പാണ്, മറു കയ്യിൽ തോക്കാണ്. ഈ ഒലിവ് കമ്പ് താഴേക്ക് വീഴുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ലോകത്തോട് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ് ഈ പാലസ്തീൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ICCയുടെ വാറണ്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അതുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കൺവിക്ഷനുള്ള തികഞ്ഞ ബോധ്യമുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ അഭിമാനം അത് ഞങ്ങളുടെ പോരാട്ടത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ പറ്റുള്ളതാണ്.
അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്. അപ്പോൾ പ്രൊഫസർ, ഈ അറസ്റ്റ് വാറന്റ് കൊണ്ട് കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തിന് മുന്നിൽ നെതന്യാഹു എന്നയാൾ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന, വംശഹത്യ നടത്തുന്ന, യുദ്ധക്കുറ്റം നടത്തുന്ന ഒരാളാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കാം എന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ. അതിനെയാണല്ലോ വളരെ വിശദമായി തന്നെ ദാവൂദ് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2002 ആ കാലഘട്ടം തൊട്ടിങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 56 പേരെയാണ് ഇതുപോലെ വാറണ്ട് ഇഷ്യൂ ചെയ്തതും അതിനകത്ത് 21 പേരെയും മറ്റുമാണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു, അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അതിൽ തന്നെ 11 പേരുടെ കാര്യത്തിലാണ് ഗുരുതരമായ എന്തെങ്കിലും ചാർജ് ഉള്ളതായി തെളിയിക്കപ്പെടുകയോ ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ആഫ്രിക്കൻ ലീഡേഴ്സാണ്. അതിൽ തന്നെ ഈ പാരലൽ മിലീഷ്യയായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെയൊക്കെ കാര്യത്തിലാണ് ഇത് ഈസിലി ചില നടപടികൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ട് ഉള്ള ആളുകളാണ്. സ്റ്റേറ്റ് ഹെഡൊക്കെ വരുന്നത് ഈ പറഞ്ഞ രീതി ശരിയാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി അങ്ങനെയാണ്. കാരണം ഈസിലി അത് നടക്കുന്ന കാര്യം മാത്രമായതുകൊണ്ട് മറ്റത് നടക്കുന്നില്ല. അപ്പോൾ ഈ നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു വാറൻ്റാണ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ലോകത്തിന് തന്നെ പൊതുവെ ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് ലോകത്തിന് മുമ്പിൽ തെളിയും. ഇപ്പോൾ ഈ 124 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. ഈ 124 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ നെതന്യാഹുവിന് കഴിയില്ല. കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ പിടിക്കപ്പെടാം, ചിലപ്പോൾ അത് സംഭവിച്ചില്ല എന്ന് വരാം. 124 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു ലോക നേതാവാണ് പിന്നെ പുടിനും നെതന്യാഹുവും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു എന്താ പറയുക, അവർക്ക് ലോക നേതാക്കൾ എന്ന നിലയിൽ അവരെ സ്വീകരിക്കുന്ന മറ്റ് ലോക നേതാക്കൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറാനുള്ള ഒരു സാധ്യത അങ്ങനെ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടത് ഇതിൻ്റെ തലേ ദിവസം, ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ ഈ വിധി വരുന്നതിൻ്റെ തലേ ദിവസം പോലും UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നു. അത് അമേരിക്ക വീറ്റോ ചെയ്യുന്നു. 4ാമത്തെ പ്രമേയമാണ് വീറ്റോ ചെയ്ത് ഇല്ലാതാക്കുന്നത്. ഒരു പ്രമേയം അവർ അബ്സ്റ്റെയിൻ ചെയ്തത് പക്ഷെ അതിനൊരു ഫലവും ഉണ്ടായിട്ടില്ല, പ്രമേയത്തിനൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഈ ദാവൂദ് ഇപ്പോൾ പറഞ്ഞ പോലെ ഫലസ്തീൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർജൻറ്റായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നു, ഞങ്ങൾക്കെല്ലാമായി എന്ന് കരുതാൻ അവർ കഴിയില്ല. അവർക്ക് മേൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോംബുകൾക്കും റോക്കറ്റുകൾക്കും ഒക്കെ തന്നെയുള്ള പരിഹാരമാണ് അവർക്ക് ആവശ്യം. അവർ പട്ടിണി കിടന്ന് ഒരു ആയുധമായി ഒരു യുദ്ധോപകരണമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഓൾ ഹോസ്റ്റിലിറ്റീസ് എന്നുള്ള ഒരു സാധനത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ആദ്യം സംഭവിക്കേണ്ടത്. ദിനേന ഈ 90-100 ഒക്കെ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ അവസാനിപ്പിച്ച് കിട്ടാമെന്നുള്ളതാണ്. അതാണ് ഏറ്റവും മോസ്റ്റ് അർജൻ്റ് ആയിട്ടുള്ള കാര്യം. അത് സംഭവിക്കേണ്ടത് UN സെക്യൂരിറ്റി കൗൺസിലിലാണ്. അത് അത് അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അമേരിക്കയുടെ സ്വാധീനമാണ് ഇതിലെല്ലാം പ്രമാണമായിട്ടുള്ളത്, ഏറ്റവും വലുതായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ UN പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത, UN സെക്യൂരിറ്റി കൗൺസിലിന് പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരടുകളും നിയന്ത്രണങ്ങളും ഉള്ള ഒരു സംവിധാനം, ഈ ലോകക്രമം പറഞ്ഞ പോലെ ഈ ലോകക്രമത്തിനകത്ത് അതിൻ്റെ ഏതോ ഒരു വിദൂര ദേശത്ത് നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്ര പോലും ഒരു നിയന്ത്രണമോ സ്വാധീനമോ വരുത്താൻ കഴിയാത്ത തരത്തിലുള്ള ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ എന്ത് വാറണ്ടിനാണ് ഒരു ഫലം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് വലിയ ചോദ്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് എങ്ങനെ ഇല്ലാതാക്കാം. പല രാജ്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മാത്രമല്ല ഈ വീറ്റോ പവർ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന ആവട്ടെ, US ആവട്ടെ, റഷ്യ ആവട്ടെ, ഒന്നും ഇല്ലാത്തൊരു സംവിധാനവും കൂടിയാണ് ഈ അന്താരാഷ്ട്ര കോടതി എന്നുള്ളത് നമുക്ക് പറയുകയും ചെയ്യാം. ഇന്ത്യ അടക്കമില്ല. ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴാണ് 2002 ഇത് സ്ഥാപിതമായെങ്കിൽ മനുഷ്യരാശിയുടെ മുമ്പിൽ നടന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, നരഹത്യ, ഒരു കൂട്ടവേട്ട എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമൊക്കെ ഇന്ത്യയിൽ നടന്നൊരു വർഷമാണെന്ന് നമ്മൾ ഓർക്കണം. ഇന്ത്യയിലും അടക്കം നടന്നിട്ടും. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള വംശഹത്യയും വേട്ടയും അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ ആലോചിച്ചിരുന്നത് എങ്കിൽ ആർക്കൊക്കെ എതിരെ അവർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമായിരുന്നു, ആരെയൊക്കെ അവർ അറസ്റ്റ് ചെയ്യണമായിരുന്നു, ശിക്ഷിക്കണമായിരുന്നു എന്നാലോചിച്ചാൽ മതി. അതുകൊണ്ട് ഇത് എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന തരത്തിലൊരു പ്രതീകാത്മകമായ ഒരു സംഗതി എന്നുള്ളതിൽ പരം അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് അവിടുത്തെ പലസ്തീനിലെ ചോരയൊഴുക്ക് ഇപ്പോൾ അവസാനിക്കുക എന്നുള്ളതാണ്.
അതിന് അന്തിമ പരിഹാരം ആവശ്യമാണ് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഓഫ് പലസ്തീനെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ മോചനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടും പിന്നെ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരല്പം ആശ്വസിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല ഇത് നോർമലൈസ് ചെയ്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം എത്ര ആളുകൾ മരിച്ചാലും ഗസയിൽ എത്ര ആളുകൾ മരിച്ചാലും അതിപ്പോൾ നമ്മളെ ബാധിക്കാത്ത തരത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞു. ഒരർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അത് വല്ലാത്തൊരു അങ്ങനെ ആവുന്നതാണ് ഇപ്പോൾ കൂടുതൽ നമ്മളെ പേടിപ്പിക്കുന്നത് അല്ലേ. നമ്മളൊരു മരവിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന്. നമ്മൾക്ക് ഉൾപ്പെടെ ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയാലുള്ളൊരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ജേർണലിസ്റ്റുകൾക്ക് അതെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും ഉൾപ്പെടെ അതിനോടൊരു ആ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനം. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യെസ്, ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റോടുകൂടി നാളെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ച് നെതന്യാഹുവും യോവ് ഗാലന്റുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ അവർ തീരുമാനിക്കുന്നത് അവർ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അത് തടയാനുള്ള മാർഗങ്ങളാണ് വേണ്ടത്.